ഇരു വൃക്കകളും തകരാറിലായ 41-കാരൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. ആലത്തൂർ വെങ്ങന്നൂർ കിഴക്കേ വീട്ടിൽ രാമചന്ദ്രനാണ് ചികിത്സാ സഹായം തേടുന്നത്. ഇരുവൃക്കകളും തകരാറിലായ രാമചന്ദ്രൻ 12 വർഷമായി ചികിത്സയിലാണ്. 8 വർഷമായി ആഴ്ചയിൽ 2 തവണ ഡയാലിസിസിന് വിധേയനായി വരുന്നു. മാസം 15,000 രൂപയോളം ചികിത്സയ്ക്ക് ചിലവഴിക്കണം. കൂലിപ്പണി ചെയ്തിരുന്ന രാമചന്ദ്രന് ആരോഗ്യസ്ഥിതി മോശമായതോടെ ഇപ്പോൾ പണിക്ക് പോവാനാവുന്നില്ല. പ്രായമായ അമ്മയ്ക്കും ജോലിയൊന്നും ചെയ്യാനാകാത്ത സ്ഥിതിയാണ്. രാമചന്ദ്രന്റെ സഹോദരൻ ഓട്ടോ ഡ്രൈവറായ ഗോപാലന്റെ വരുമാനം മാത്രമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം. നിത്യച്ചെലവുകൾ കഷ്ടിച്ച് നടത്തിപ്പോകുന്ന സാഹചര്യത്തിൽ രാമചന്ദ്രന്റെ തുടർ ചികിത്സയ്ക്കുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ വിഷമിക്കുകയാണ് ഈ കുടുംബം. 10 കൊല്ലമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 8 കൊല്ലം പ്രസന്റിലായിരുന്നു. ഇപ്പോൾ വ്യാഴവും തിങ്കളും ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞു പോണു. എനിക്ക് വയ്യ. നാട്ടുകാരുടെ സഹായം കൊണ്ടുകൂടിയാണ് ഇതുവരെയുള്ള ചികിത്സ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായത്. തുടർന്നും സുമനസ്സുകളുടെ സഹായം മാത്രമാണ് ഇവരുടെ ആകെയുള്ള പ്രതീക്ഷ. 2012 തൊട്ടിട്ട് അസുഖം വന്നു സ്റ്റാർട്ടിങ്. അതിനുശേഷം പണിക്ക് പോകാൻ പറ്റാതായി. പിന്നെ ഡയാലിസിസ് ഒരു 7-8 വർഷമായിട്ട് ഡയാലിസിലാണ് കഴിഞ്ഞു പോകുന്നത്. ഡയാലിസിസ് തുടങ്ങിയ പിന്നെ പണിക്കും വർക്കിനൊന്നും പോകാൻ പറ്റാതായി. ആഴ്ചയിൽ 3 ഡയാലിസിസ് വേണം. പ്രായമായ അമ്മയും ഞാനും വേണം. അമ്മയ്ക്കും വയസ്സായി പണിക്കൊന്നും പോകാൻ പറ്റില്ല. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന ഈ കുടുംബത്തെ സഹായിക്കാൻ സുമനസ്സുകൾ രംഗത്ത് വരണമെന്ന് നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും അഭ്യർത്ഥിക്കുന്നു. കൂലിപ്പണി ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ അസുഖം മൂലം 8 വർഷമായിട്ട് ഒരേ കിടപ്പാണ്. എന്ന് മാത്രമല്ല പണിക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഡയാലിസിസ് തന്നെയാണ് ജീവൻ നിലനിർത്താനുള്ള പ്രധാനപ്പെട്ട മാർഗം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് ഈയൊരു കുടുംബത്തിനെ, ഈയൊരു സഹോദരനെ താങ്ങി നിർത്തണമെന്നും അയാളുടെ അസുഖത്തിന് വേണ്ടി പറ്റാവുന്ന സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. രാമചന്ദ്രന്റെ പേരിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആലത്തൂർ ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.